ഇനി യുദ്ധമല്ല ചർച്ചകളുടെ കാലം. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറാൻ പോവുകയാണ്. ലെബനൻ അതിർത്തിയിൽ മാസങ്ങളായി മുഴങ്ങിക്കേട്ട മിസൈൽ ഒച്ചകൾക്കിടയിൽ നിന്ന് സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവ് പറന്നുയർന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആ ഒരു ശുഭവാർത്ത ഒടുവിൽ എത്തിക്കഴിഞ്ഞു. അതേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിലൂടെ വെസ്റ്റ് ഏഷ്യയിൽ സമാധാനത്തിന്റെ 10 ദിവസങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ ഇന്ന് പുലർച്ചെ മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. വെറുമൊരു വെടിനിർത്തലല്ല ഇത്. ഹിസ്ബുള്ളയ്ക്ക് ട്രംപ് നൽകിയ അന്ത്യശാസനം കൂടിയാണ്. മണിക്കൂറുകൾക്ക് മുൻപ് ബെയ്റൂട്ടിലെ തെരുവുകളിൽ കണ്ട കാഴ്ച അവിശ്വസനീയമാണ് ശരിക്കും. ഷെല്ലുകളെ പേടിച്ച് ബങ്കറുകളിൽ കഴിഞ്ഞവർ ആഘോഷിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും പിന്മാറിയിട്ടില്ല. ഹിസ്ബുള്ള തോക്കുകൾ താഴ്ത്തിയിട്ടുമില്ല. ഈ 10 ദിവസത്തിനുള്ളിൽ വൈറ്റ് ഹൗസിൽ വെച്ച് എന്ത് സംഭവിക്കും? 1983 ശേഷം ലോകം കാണാത്ത ആ ഒരു വലിയ ഒത്തുതീർപ്പ് നടക്കുമോ? സമാധാനം ആഗ്രഹിക്കുന്ന ഏവർക്കും ഒരു വലിയ ആശ്വാസമാണ് ഈ ഒരു വാർത്ത. പക്ഷേ കാര്യങ്ങൾ അത്ര സിമ്പിൾ ആണോ? ഹിസ്ബുള്ളയുടെ നിലപാട് എന്തായിരിക്കും? അതിർത്തിയിൽ നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? പരിശോധിക്കാം. ഇന്നലെ, അതായത് ഏപ്രിൽ 16 വൈകുന്നേരമാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി താൻ സംസാരിച്ചുവെന്നും സമാധാനത്തിനായിട്ട് അവർ 10 ദിവസത്തെ വെടിനിർത്തലിന് സമ്മതിച്ചു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3:30 ഈ ഒരു സീസ് ഫയർ നിലവിൽ വന്നു. ഇത് മാത്രമല്ല, ഒരു വമ്പൻ മീറ്റിംഗിനും ട്രംപ് കളമൊരുക്കുന്നുണ്ട്. 1983 ശേഷം ഇതാദ്യമായിട്ട് ഇസ്രായേലും ലെബനനും തമ്മിലൊരു ക്രിയാത്മകമായ ചർച്ചയ്ക്കായിട്ട് ഇരു നേതാക്കളെയും വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബോത്ത് സൈഡ്സ് വോണ്ട് പീസ്. ഇരുവശത്തിനും സമാധാനം ആവശ്യമാണ് എന്നാണ് ട്രംപിന്റെ ഉറച്ച വിശ്വാസം. ഇനി ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അതായത് ഈ ഒരു വെടിനിർത്തൽ ഇസ്രായേലും ലെബനൻ ഗവൺമെന്റും തമ്മിലാണ്. പക്ഷേ ഇസ്രായേലിന്റെ യഥാർത്ഥ ശത്രു ഹിസ്ബുള്ളയാണല്ലോ. ഹിസ്ബുള്ളയോട് ട്രംപിന് പറയാനുള്ളത് വെറുമൊരു ഉപദേശമല്ല, മറിച്ച് പച്ചയായ ഒരു മുന്നറിയിപ്പാണ്. ഐ ഹോപ്പ് ഹിസ്ബുള്ള ആക്ട്സ് നൈസ്ലി. അതായത് ഈ 10 ദിവസം ഹിസ്ബുള്ള മര്യാദയ്ക്ക് പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന്. പക്ഷേ ഇതിന്റെ ഉള്ളിലെ അർത്ഥം വളരെ വലുതാണ്. ഈ സമാധാന കരാറിന് ഹിസ്ബുള്ള തടസ്സം നിന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടുത്ത നീക്കം അത്ര സുഖകരമായിരിക്കില്ല എന്ന വ്യക്തമായ വാർണിംഗ് ആണിത്. ഒരു ഗുണ്ടാ തലവൻ എന്നോണം മര്യാദയ്ക്ക് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന ഒരു ട്രംപ് സ്റ്റൈൽ ഭീഷണി തന്നെയാണ് ഇവിടെയും മുഴങ്ങുന്നത്. ഹിസ്ബുള്ളയെ ഈ ചർച്ചയ്ക്ക് നിർത്തിക്കൊണ്ട് ട്രംപ് നടത്തുന്ന ഈ ഒരു കളി മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഏപ്രിൽ 17 വെള്ളിയാഴ്ച പുലർച്ചെ സീസ് ഫയർ നിലവിൽ വന്നതോടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ആഘോഷങ്ങൾ അണപൊട്ടി ഒഴുകി. സീസ് ഫയർ തുടങ്ങിയ സന്തോഷത്തിൽ ആളുകൾ ആഘോഷിക്കുന്ന വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. മാസങ്ങളായിട്ട് വീട് വിട്ടുപോയ അഭയാർത്ഥികൾ തെക്കൻ ലെബനിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഗവൺമെന്റ് അവർക്കൊരു വാർണിംഗ് നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് ഉറപ്പാക്കാതെ തിരിച്ചു പോകരുത്. പക്ഷേ ആഘോഷങ്ങൾക്കിടയിലും ആശങ്കകൾ ബാക്കിയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വെടിനിർത്തൽ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം ചില ഭാഗങ്ങളിൽ വെടിനിർത്തൽ ലംഘനം ഉണ്ടായതായി ലെബനൻ സൈന്യം ആരോപിക്കുന്നുണ്ട്. തെക്കൻ ലെബനിലെ ചില ഗ്രാമങ്ങളിൽ ഇസ്രായേൽ ഷെല്ലാക്രമണം നടത്തിയെന്നാണ് ആരോപണം. സീസ് ഫയറിന് തൊട്ടുമുമ്പ് വരെ ഇരു വിഭാഗവും കനത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേലിലെ നഹാരിയയിലും അതുപോലെ കർമിയിലും ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇനി ഇസ്രായേലിന്റെയും ഇറാനിന്റെയും നിലപാടൊന്ന് നോക്കാം. നെതന്യാഹുവിന്റെ പ്ലാൻ വളരെ ക്ലിയർ ആണ്. വെടിനിർത്തലിന് സമ്മതിച്ചുവെങ്കിലും തെക്കൻ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. അവിടെ ഒരു 10 കിലോമീറ്റർ സെക്യൂരിറ്റി സോൺ വേണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. മറുവശത്ത് ഹിസ്ബുള്ള ഈ കരാറിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് നീങ്ങുന്നത്. അത് ഹിസ്ബുള്ള എളുപ്പത്തിൽ സമ്മതിച്ചു കൊടുക്കുമോ എന്ന് കണ്ടറിയണം. ഇതിനിടയിൽ ഇറാന്റെ റോളും നിർണായകമാണ്. ഇറാനെതിരെയുള്ള US ഉപരോധം തുടരുമ്പോഴും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ളവർ ഖത്തറിൽ വെച്ച് ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ ലെബനൻ വെടിനിർത്തൽ നീണ്ടുനിന്നാൽ അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വലിയ യുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചേക്കാം. അടുത്തതായിട്ട് നോക്കാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഈ 10 ദിവസം ഒരു ട്രയൽ റൺ പോലെയാണ്. JD വാൻസ് അതുപോലെ മാർക്കോ റൂബിയോ എന്നിവർ ഉൾപ്പെടുന്ന ഒരു വമ്പൻ ടീമിനെ തന്നെ ട്രംപ് ഈ സമാധാന ചർച്ചകൾക്ക് നിയോഗിച്ചിട്ടുണ്ട്. 1983 ആ പഴയ ഉടമ്പടി പോലെ ഇതും പാളി പോകുമോ, അതോ മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ചരിത്രം പിറക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലെബനന്റെ ആവശ്യം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറണം എന്നാണ്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ള തകരണം എന്നാണ്. ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളെ ഒന്നിപ്പിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ വെടിയൊച്ചകൾ നിലച്ചിരിക്കുകയാണ്, കുറഞ്ഞത് അടുത്ത 10 ദിവസത്തേക്കെങ്കിലും. ഈ സമാധാനം ശാശ്വതമാകുമോ അതോ വെറും ഒരു ഇടവേള മാത്രമാണോ എന്ന് കാത്തിരുന്ന് കാണാം. ട്രംപിന്റെ ഈ ഒരു നീക്കം വിജയിക്കുകയാണെങ്കിൽ അത് ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവാകും. യുദ്ധം അവസാനിക്കുമെന്നും സമാധാനം പുലരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.